ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് കോയമ്പത്തൂരുള്ള BSD കോളേജിലെ ലാബിന്റെ ഉള്ളിലാണ് കേട്ടോ. ജസ്റ്റ് ക്യാമ്പസ് വിസിറ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. സോ വന്ന സമയത്ത് ഇവിടെ ലാബിൽ വന്ന നമുക്കൊരു മലയാളി സ്റ്റുഡന്റിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കിയാലോ. ഹായ്ഡാ. ഹായ്, എന്താ പേര് വരുന്നത്? എന്റെ പേര് അഞ്ജന. അഞ്ജന നാട്ടിലെവിടുന്ന വരുന്നത്? എറണാകുളം. എറണാകുളത്ത് എവിടുന്നാണ്? മൂവാറ്റുപുഴ. എറണാകുളം മൂവാറ്റുപുഴ എന്നാണ് അഞ്ജന വരുന്നത്. അഞ്ജന ഏത് കോഴ്സ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കാർഡിയാക് ടെക്നോളജി. ഓക്കെ, അഞ്ജന കാർഡിയാക് ടെക്നോളജി ഏത് ഇയറിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണല്ലേ? അഞ്ജന കാർഡിയാക് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പഠിപ്പിക്കണൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇംഗ്ലീഷിൽ തന്നെയാണ് ഫുള്ള് പഠിപ്പിക്കുന്നത്. തമിഴിലെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് തമിഴ് ലാംഗ്വേജും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരു തവണ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരും. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ അടിപൊളിയാണ്. കമ്പനിയാണ്. പിന്നെ ഗൈസ്, പാരാമെഡിക്കൽ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാരാമെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസിനേക്കാൾ കുറച്ച് ഫീസ് മുന്നിലാണ് നോർമൽ എല്ലാ കോളേജുകളിലും ഉള്ളത്. സോ ഫീസ് എങ്ങനെയാണ് ഇവിടെ? മറ്റു കോളേജിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആണോ? ഇവിടെ അഫോർഡബിൾ ആണ്. എന്താ കാർഡിയൊക്കെ എടുക്കാനുള്ള റീസൺ? എന്റെ പാഷനായിരുന്നു +2 കഴിഞ്ഞിട്ട് തന്നെ അങ്ങനെ എടുത്തത്. അതുകൊണ്ട് അഫോർഡബിൾ കോളേജ് നോക്കി എടുത്തതാണല്ലേ? ദെൻ അഫിലിയേഷൻ വരുന്ന MGR യൂണിവേഴ്സിറ്റിയുടെ തന്നെയല്ലേ? സോ ഗൈസ്, എല്ലാ പാരാമെഡിക്കൽ കോഴ്സിന്റെയും അഫിലിയേഷൻ നമുക്ക് BSD കോളേജിൽ വരുന്നത് MGR യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി തന്നെയാണ് MGR യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ റാഗിംഗ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മുടെ മലയാളി സ്റ്റുഡൻസ് വരുന്ന സമയത്തെ പാരന്റ്സിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, പ്രത്യേകിച്ച് പെൺപിള്ളേരെ വിടാനായിട്ട്. റാഗിംഗ് ഇഷ്യൂ സേഫ് ആണോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. സോ റാഗിംഗ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇവിടെ കുഴപ്പമൊന്നും. ഒരു കുഴപ്പമില്ല. സേഫ് ആണ്. ഒരു കുഴപ്പമില്ല. നമുക്ക് സീനിയേഴ്സ് ഒക്കെ എങ്ങനെ കംഫർട്ടബിൾ ആണോ? സീനിയേഴ്സ് ഒക്കെ കമ്പനിയാണ്. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഹോസ്റ്റൽ എങ്ങനെയാ വരുന്നത്? ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ അവൈലബിൾ ആണെന്ന് കേട്ടു. ഹോസ്റ്റൽ എങ്ങനെയാ വരുന്നത്? ഹോസ്റ്റൽ ഇതിന്റെ തന്നെ ഹോസ്റ്റൽ ഉണ്ട്, കോളേജിന്റെ തന്നെ അകത്താണോ? അകത്താണ്. ക്യാമ്പസിനകത്ത് തന്നെ ഹോസ്റ്റലും മെസ്സും അവൈലബിൾ ആണ്. ഗൈസ്, നമ്മൾ വന്ന ടൈമിലെ ജസ്റ്റ് ബോയ്സിന്റെയും ഗേൾസിന്റെയും ഹോസ്റ്റലിന്റെ ഫ്രണ്ട് കണ്ടിരുന്നു. അകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറ്റിയില്ല. സോ ഹോസ്റ്റൽ ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റൽ ഗേൾസിനും ബോയ്സിനും അവൈലബിൾ ആണ് കേട്ടോ. വിത്ത് മെസ്സും അവൈലബിൾ ആണ്. സോ ആളുടെ എങ്ങനെയുണ്ട്? 2025 അഡ്മിഷൻ എടുക്കാൻ വരുന്ന സ്റ്റുഡൻസിന് നല്ല കോളേജ് ആണോ? ബെസ്റ്റ് കോളേജാണ്. ഈ തമിഴ്നാടുള്ളതിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോളേജാണ്. സോ 2025 അക്കാദമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ് കേട്ടോ. സോ ആളുടെ എക്സ്പീരിയൻസിന് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.